അസ്സലാമലൈക്കും. ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? സർപ്രൈസാണ്. ഓക്കെ, വായോ. 1 കിലോ ബീഫ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കണം, കണ്ടോ? ഈ പരുവത്തിൽ നമ്മൾക്ക് ഈ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1.5 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണ് നമ്മൾക്ക് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂണ് മുളക് പൊടിയും അതേപോലെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇളക്കി നല്ല യോജിപ്പിക്കുക ഇതെല്ലാം കൂടിയിട്ട്. എന്നിട്ട് നമ്മൾക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു 3-4 വിസിൽ നമ്മൾക്ക് എടുക്കുക. നമ്മൾ ഇപ്പോഴും സർപ്രൈസ് പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്താണെന്നറിയോ? നല്ല ടേസ്റ്റുള്ള ബീഫ് അച്ചാറാണ് കേട്ടോ. നമ്മൾക്ക് ഇപ്പോൾ സർപ്രൈസ് പൊളിഞ്ഞു കേട്ടോ. അങ്ങനെ 3-4 വിസിൽ, ഓരോരുത്തരുടെ ബീഫിന് വേവ് അനുസരിച്ചിട്ടായിരിക്കും വിസിലെടുക്കുന്നത്. ഞാനിവിടെ 4 വിസിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബീഫ് തുറന്ന് നോക്കുമ്പോൾ കുറച്ചെല്ലാം വെള്ളമുണ്ട്, കണ്ടോ? ഈ വെള്ളമൊന്നും നമുക്ക് അച്ചാറിടുമ്പോൾ ഈ വെള്ളം ആവശ്യമില്ല. അത് നല്ല നമ്മൾക്ക് വറ്റിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അച്ചാർ കുറേ ദിവസം ഇരിക്കില്ല. അപ്പോൾ നമുക്കിത് ഈ കുക്കറിൽ തന്നെ അടുപ്പിൽ വെച്ച് നല്ല വറ്റിച്ചെടുക്കുക. നല്ലപോലെ ഇളക്കി വറ്റിച്ചെടുക്കുക. വെള്ളമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾക്ക് ഈ ബീഫിനെ മാറ്റി വയ്ക്കുക. നമ്മൾക്ക് ഇനി അച്ചാറിടാൻ നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഓരോരോ കഷ്ണങ്ങളാണ്. ഒരു 3-4 സ്പൂണ് വരുന്ന പോലത്തെ ഇഞ്ചി, അതേപോലത്തെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് ഫസ്റ്റ് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് മുരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ മുരിയാതിരിക്കാനും പാടില്ല. അങ്ങനത്തെ ആ പരുവത്തിൽ നമ്മൾക്ക് ഈ ബീഫെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ പരുവാകുമ്പോൾ ബീഫ് കണ്ടോ, ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, നല്ല സോഫ്റ്റും വേണം നമ്മൾക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ. ആ ഒരു പരുവാണ് നമ്മൾക്ക് ബീഫിൽ വേണ്ടത്. ഈ പരുവാകുമ്പോൾ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മൾക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ 1 സ്പൂണ് ഉലുവയും 1/2 സ്പൂണ് കടുകും കൂടി ഇട്ട് നമ്മൾക്ക് നല്ലപോലെ വറുത്തെടുക്കുക. അത് ചൂടാക്കിയാൽ മതി. കണ്ടോ പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ? അതേപോലെ ആ കടുകെല്ലാം പൊട്ടിത്തെറിക്കും. ഡ്രൈ റോസ്റ്റാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾക്കിത് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾക്ക് കുറച്ചും കൂടി വേണമല്ലോ, അതിനായിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ 1/2 സ്പൂണ് കടുകിട്ട് കൊടുക്കുക നമുക്ക്. എന്നിട്ട് കറിവേപ്പില, നമുക്ക് വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരുവിധം നമ്മൾക്ക് ഈ വെളുത്തുള്ളി മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇട്ട് കൊടുക്കുക. കണ്ട ഈ പരുവാകുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ കണ്ട ഈ പരുവാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി നല്ലപോലെ, ഇഞ്ചി ചതച്ച് വെച്ചതാണ് കേട്ടോ. ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. ഇതിലേക്ക് ഇടാൻ വേണ്ടി ഒരു 1.5 സ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിന് നമ്മൾക്ക് ഉപ്പ് ഫസ്റ്റ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മസാലപ്പൊടിയും ഇട്ടിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കുക. 1/2 സ്പൂണ് നമ്മൾ കടുകും ഉലുവയും പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിടുക. 1/2 സ്പൂണ്
നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് വിനിഗർ ഒഴിച്ച് കൊടുത്താലോ. ഒരു 1/4 കപ്പാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒഴിച്ച് നല്ലപോലെ ഇളക്കി അതൊരു ചെറിയതായിട്ട് തിള വരുമ്പോൾ നമുക്ക് വറുത്ത് കോരി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല യോജിപ്പിക്കണം കേട്ടോ. നല്ല ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ചൂടുവെള്ളം നല്ല തിളപ്പിച്ചിട്ട് നല്ല പച്ചവെള്ളം പോലെ ആറിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ബീഫിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ബീഫിലൊഴിച്ച് ഒരു ചെറിയതായിട്ട് 2 തിള തിളയ്ക്കുക. തിളച്ച് ഒഴുക്കി നമുക്ക് ഓഫാക്കി വെക്കുക. കണ്ടോ, ഈ തിള മതി. എന്നിട്ട് ഓഫാക്കി വെക്കുക. പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ബീഫ് സെറ്റായി നമ്മളൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നത്. പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലപോലെ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞ് കറക്റ്റായിട്ട് ഗ്രേവിയൊക്കെ വറ്റി നല്ലൊരു പരുവത്തിലായിട്ടുണ്ടാവും. ഈ ബീഫ് അച്ചാർ എല്ലാം കൂടി കൂട്ടി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് നല്ലൊരു ഗ്ലാസ് ചില്ല് കുപ്പിയിലേക്ക് നമുക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 മാസം വരെയെല്ലാം ഈ അച്ചാർ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമേ. ഇത് നല്ല ടേസ്റ്റുള്ള ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.